ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ നിസാൻ ഗ്രാവൈറ്റിൻ്റെ ഒരു വ്ളോഗാണ് കേട്ടോ. വ്ളോഗ് വീഡിയോ ആണ്. വണ്ടി ഇപ്പോൾ കഴിഞ്ഞ ഒരു 2 ആഴ്ചയായിട്ട് അധികം ഓടിയിട്ടില്ല. അപ്പം നമുക്ക് ഫ്യൂവൽ അടിക്കണം. ഇപ്പോൾ വളരെ കുറവാണ്, ഒട്ടും ഇല്ല പെട്രോൾ അടിക്കാൻ. നമുക്ക് ഇന്നൊരു ഫങ്ഷൻ ഉണ്ട്. പിന്നെ അതുപോലെ നമ്മൾ ഫുൾ ഫാമിലിയായിട്ട് പോകണം. അപ്പോൾ വണ്ടി കാണിച്ചു തരാം. വണ്ടി ഇപ്പോൾ 2 ആഴ്ച എടുത്തിട്ട്. അപ്പോൾ ഞാൻ വാ ലഗേജൊക്കെ എടുത്തൊക്കെ നമ്മുടെ 800 കിടക്കും കേട്ടോ. 800 ഇവിടെ കിടപ്പുള്ള എടുക്കണം. നമുക്ക് വലിയ ലോങ് പരിപാടിക്കൊന്നും ഇതിപ്പോൾ ഒരു 150 കിലോമീറ്റർ ഓട്ടം ഉണ്ട്. വണ്ടി കാര്യമുണ്ട്. ശരിയില്ല നമ്മുടെ വണ്ടി ഇവിടെ കിടക്കണ്ടേ. അവിടെ നേരെ അപ്പം ലോക്ക് തുറന്നു. ഇനി നമുക്ക് ഡിക്കി തുറന്ന കുറച്ച് സാധനങ്ങളൊക്കെ വെക്കാനുണ്ട്. ഓണാക്കി വണ്ടി തുടക്കാൻ പറ്റാതെ കുറച്ച് ഇതുണ്ട്. മഴ കൊണ്ട് കിടക്കണം, അഴുക്കൊന്നും ആവാനില്ല. ഓക്കെ, നമുക്ക് സീറ്റിലേക്ക് പോകാം. ഇവനൊന്ന് പിടിക്കോ? എന്നാലും പിടിക്കും. അതിലേക്ക് ഇറങ്ങിക്കൊണ്ട് വെക്കണ ഇതിൽ കൂടെ ഒരു നല്ല ബാഗ് ഒന്ന് മേടിക്കണം. ഷോ ബാഗാണ്. നമ്മൾ പ്ലാസ്റ്റിക് കവറൊന്നും എടുത്ത് മാറ്റിയിട്ടില്ല. അത് മാറാൻ നേരം കിട്ടിയിട്ടില്ല. വേറെ വല്ല വെക്കണ്ട ഒന്നുമില്ല. ഇവിടെ അടച്ചോട്ടെ. എന്നാ ഇത് കൊച്ചിനോടെ വണ്ടി പിടിച്ച് സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്തോ. വാ മോനെ, നമുക്ക് കാണാം. അപ്പോൾ 1693 ഇപ്പോൾ വണ്ടി നിൽക്കണ റീഡിങ്. നമ്മൾ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ഒരു 100 കിലോമീറ്റർ ലോക്കൽ തന്നെ നമുക്ക് ഓട്ടോ ഉണ്ട്. മറക്കാണ് വണ്ടി പുറത്തോട്ട് തിരിക്കാൻ പറ്റുമോ? ഇനിയിപ്പോൾ അങ്ങോട്ട് പോകണടുത്ത് 2 ചലഞ്ച് കിടപ്പുണ്ട്. ഒരു ഇന്നോവ, ഏതൊരു വണ്ടി അപ്പോൾ അതിൻ്റെ ഇടയിൽ വേണം പോകാൻ. നമ്മൾ താമസിക്കുന്ന ഒരു ചെറിയ ഫ്ലാറ്റാണ്. ഇവിടെ നിന്നാണ് നമ്മൾ നമ്മുടെ വഴിക്ക് പോകണം. ഈ സാധനം ഈ ഗ്രാസ് കണ്ടാൽ, പുല്ലൊക്കെ കണ്ടാൽ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. പറയാൻ പറ്റില്ല. ഒരു കണക്കിന് നല്ലതാണ്. ഇനി അതിൻ്റെ അകത്ത് വല്ല സർവേ കല്ലും കിടന്നു അതും അറിയില്ല. സൈഡ് നോക്കണ്ട. ഇന്നോവയുടെ സൈഡ് പോയാ. ഇവിടെ 2 വണ്ടികൾ ഇപ്പോൾ ഉണ്ടായി. അത് പോയി. അതാണ് ഇപ്പോൾ എടുക്കാൻ പറ്റും.
നമ്മളിനിപ്പോൾ മെയിൻ റോഡിലേക്ക് കയറാണ്. ഇത് അപ്രോച്ച് റോഡാണ്. ഞാൻ ഗ്ലാസ് തുറന്നിട്ടൊക്കെ ഉണ്ടോ, കാരണം നമുക്ക് ഫ്യൂവൽ അത്യാവശ്യമായിട്ട് അടിക്കും. ഫ്യൂവൽ വളരെ കുറവാണ്. ആ സൈഡ് ഗ്ലാസ് തുറന്നിട്ടോ. ടൈമെന്ന് പറയാൻ മോനെ അത്ര മതി കേട്ടോ. നമ്മളെ ഇപ്പൊ ഗോശ്രീ ജംഗ്ഷനിലോട്ട് പോകാൻ വൈപ്പിനിന്ന് വൈപ്പിൻ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം വൈപ്പിനാണ്. വളപ്പ് എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞ് മാലിപ്പുറം ആ ഭാഗത്തു കൂടി ഇങ്ങനെ നമ്മൾ ഹൈക്കോടതി അങ്ങനെ റോഡിൻ്റെ അവസ്ഥ. ഇതൊന്നും അല്ല, ഓഫീസ് ടൈമിൽ ഈ വഴിക്ക് പോകാൻ വലിയ പാടാണ്. ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ട് അത്യാവശ്യം നമുക്ക് സ്പീഡിൽ ഓടിക്കാൻ പറ്റും. അല്ലെങ്കിൽ 40 കിലോമീറ്ററിൻ്റെ മുകളിലേക്ക് പോകാൻ പറ്റില്ല. വേണ്ട, ബസ്സൊക്കെ വന്ന് പെട്ടെന്ന് വരും. ബസ്സുകാർ ഈ റൂട്ടിൽ ഒരു ശ്രദ്ധയില്ലാണ്ട് തന്നെ അതൊന്നും ശ്രദ്ധിക്കൂല. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടെ വഴിയില്ല, ബസ് ഓടിക്കാനുള്ള വഴിയൊന്നും ഇവിടെയില്ല. പിന്നെ അതിനിടയിൽ കൂടി അവന്മാരൊക്കെ എങ്ങനെയോ ഓടിച്ചോട്ട് പോകണം. നമ്മൾ നോക്കി പോക്കണം ചെറിയ വണ്ടിക്കാർ. ഇതിപ്പോൾ KSRTC ലൈനാണ് കേട്ടോ. അപ്പോൾ KSRTC ഒരു 2025 ആദ്യ കാലഘട്ടത്തിലാണ് ഇതിലെ KSRTC കുറച്ച് അധികം ഓടാൻ തുടങ്ങിയത്. അതിന് മുന്നേ കുറച്ച് കുറവായിരുന്നു. അപ്പോൾ അത്യാവശ്യം KSRTC വണ്ടികളൊക്കെ ഓടുന്നുണ്ട് ഇതിൽ. നമ്മുടെ പ്രിയദർശിനിയൊക്കെ ഓടുന്നുണ്ട്. പ്രിയദർശിനി ഇനി കാളമുക്ക് കാണിച്ചു തരാം കേട്ടോ. കാളമുക്ക് അത് കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചിൻ ഷിപ്പ് യാർഡിൻ്റെ കുറച്ച് ഭാഗമൊക്കെ കാണിച്ചു തരാം. സുഹൃത്തുക്കളെ, അപ്പോളേ ഇത് നമ്മൾ പമ്പിലേക്ക് കയറാൻ പോകണ്ട. ഞാൻ ഭാരതിൻ്റെ പമ്പിൽ നിന്ന് മാത്രമാണ് കയറാനായിട്ട്. ഭാരതി കയറണില്ലേ? ഇത് ഭാരതല്ലേ? ഭാരത് പമ്പിലേക്ക് എത്തിയിട്ടില്ല. അത് നീ പറഞ്ഞു, നീ വ്ലോഗ് ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. ഞാൻ തന്നെ പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിനക്കും പറയാം. കാളമുക്കായ കാളമുക്ക് റൈറ്റ് സൈഡാണ് കേട്ടോ. കാളമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എറണാകുളത്ത് ഈ റീറ്റെയിൽ ആൾക്കാർ മീൻ മേടിച്ച് കച്ചവടം ചെയ്യുന്ന സ്ഥലമാണ്. ഫ്രഷ് മീൻ കിട്ടണമെന്നുണ്ടെങ്കിൽ കാളമുക്കി പോയാലൊന്നും അല്ല. അതിലും നല്ല എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് നമ്മുടെ മുരിക്കുംപാടം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഗോശ്രീയുടെ ആ സൈഡ് എറണാകുളത്ത് എന്ന് പറയുകയാണെങ്കിൽ മുരിക്കുംപാടം ലെഫ്റ്റ് സൈഡ് കുറച്ച് തട്ടുകളുണ്ട്, കുറച്ച് കടകളുണ്ട്. അവിടെ നിന്ന് മേടിക്കാം. അവിടെ കുറച്ചുകൂടി നല്ല ജീവനുള്ള മീനൊക്കെ കിട്ടും. ഇത് എന്ന് പറഞ്ഞാൽ ചില സമയത്ത് ഈ സമയത്തൊന്നും വന്നിട്ട് മീൻ മേടിക്കരുത്, കാരണം എല്ലാം ചുമന്നിരിക്കണ്ടാവും. വെയിലുള്ള സമയമാണെങ്കിൽ വെയിലുണ്ടാകെ റെഡിഷ് കളറായിട്ടുണ്ടാവും. കുഞ്ഞിക്കൊച്ച് വെയിലിരിക്കുക. ഇവനോട് ഇരുത്താനൊന്നും പാടില്ല. പക്ഷേ ഇപ്പം എൻ്റെ മോളാണ് ക്യാമറ ഹാൻഡിൽ ചെയ്യുന്നത്. മാത്രമല്ല ഇവൻ്റെ ബേബി സീറ്റ് വാങ്ങിയിട്ടില്ല, അത് വാങ്ങണം. വാങ്ങിയിട്ട് ഇവനെ ഇവിടെ നിന്ന് ബാക്കിലേക്ക് ആക്കാം. അവൻ അവിടെ ഇരിക്കൂല, എവിടെ ഇരിക്കൂല, അവൻ്റെ സ്ഥലത്ത് ഇരിക്കൂല. അവൻ്റെ പ്രായം അതാണല്ലോ, അതാണ്. ചിരിക്കാണ് അവൻ്റെ ചേച്ചിയെ കണ്ടിട്ട് ചിരിക്കാനാണ് കാണുന്നത്. റൈറ്റ് സൈഡ് കണ്ടോ? ചപ്പല് വെച്ചിട്ട് ഫിഷിനെ ഒക്കെ ഉണ്ടാക്കി വെച്ചേക്കട്ടത്. സൺഡേ ആയിട്ട് ഓഫാണ്. രാവിലെയൊക്കെ ഉണ്ടാവും കച്ചവടം. ഈ സമയത്തൊക്കെ ഷോ കുരിക്കും ഉണ്ടാവും. ഇല്ലെങ്കിൽ തന്നെ ഷോ കുരിക്കും. ഇതൊക്കെ ഷിപ്പാണ് ഫ്രണ്ട്സ്. ഷിപ്പൊക്കെ ഉണ്ട് കേട്ടോ. ടെർമിനലിന്റെ ഒരു ഭാഗമാണ് കേട്ടോ ഷിപ്പ് കിടപ്പുണ്ടോ? ഷിപ്പിന്റെ വണ്ടി
സുഹൃത്തുക്കളപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പമ്പ് ഇവിടെ ഈ വൈപ്പിനി എന്ന് പറയുമ്പോൾ 2 ഭാരതിൻ്റെ പമ്പാണല്ലോ, ബാക്കിയൊക്കെ HP-യും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനൊക്കെയാണ്. ഞാൻ ഇവിടെ നിന്ന് അടിക്കാം കേട്ടോ, പരമാവധി നിവർത്തിയുണ്ടെങ്കിൽ. പിന്നെ ഒരു രക്ഷയിൽ മാത്രമാണ് പുറത്തുനിന്ന് അടിക്കുക. നമുക്കിവിടെ എമൗണ്ടൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് അടിക്കാം. 1100 രൂപ അടിക്കാമെന്നാണ് വിചാരിച്ചാണ്. വണ്ടി മീറ്ററിൽ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റിസർവിലാണ് വണ്ടി. ഈ റിസർവിൽ ഈ ഗ്രാവിൻ്റെ എന്തോരം പെട്രോൾ റിസർവിലുണ്ടാവും, ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ എത്ര കിലോമീറ്റർ ഓടും എന്നുള്ളത് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം. ഡ്രൈവറൊക്കെ ഉള്ളൊരു കമൻറ്റ് ചെയ്യണം. ഈ ഡ്രൈവർ തന്നെയാണ് ഈ വണ്ടി, റീബാഡ്ജ് വെർഷനാണെന്ന്. റൈറ്റ് സൈഡാണ് വണ്ടിയുടെ താങ്ങുക. ആ ചേട്ടൻ മനസ്സിലായി. നമ്മൾ മറന്നുപോയി. നമ്മൾ 800 കൂടി കൊണ്ടുനടക്കണോണ്ടേ, 800 കൂടി കൊണ്ടുനടക്കണോണ്ട് ഇടക്ക് മാറിപ്പോവും. ഇതിപ്പോൾ ഡീസൽ വണ്ടിയുടെ പോലെയാണ്. റൈറ്റ് സൈഡിലാണ് ടാങ്ക് വേണ്ടത്. തിരിച്ചു വെക്കാം. നമുക്കിപ്പോൾ ആദ്യം ഇപ്പോൾ നമ്മൾ പോണത് അരൂരാണ് പോണത്. അരൂരിൽ നിന്ന് പിന്നെ ഒരു 5 കിലോമീറ്റർ ഉള്ളിലേക്ക് പോകും. അത് തിരിച്ച് ആലുവ, അങ്ങനെ കുറച്ച് ലോക്കൽ ഓട്ടങ്ങളാണ് മൊത്തം കേട്ടോ. അതൊരു വ്ളോഗായിട്ട് ചെയ്യണതാണ്. അപ്പോൾ നമുക്ക് ഈ വണ്ടിക്ക് കിട്ടുന്ന മൈലേജ് എത്ര ഉണ്ടെന്നുള്ളത് നിങ്ങൾ റീഡിങ് നോക്കിയോ, മീറ്ററും റീഡിങ് ഒക്കെ നോക്കിയോട്ടോ. ആ റീഡിങ് ഒന്ന് കാണിക്കണം കേട്ടോ. അവനെ 1100. 1100 ഗൂഗിൾ പേ. പെട്രോളാണ് കേട്ടോ, പെട്രോളാണെന്ന് പറയും. കൊടുത്താ ഇതിന്റെ മീറ്റർ മീറ്റർ. ഈ മീറ്ററിൽ ഇപ്പോൾ അത് ഒന്നും കാണിക്കില്ല, കാരണം നമ്മളെ ഓക്കെ കാണിക്കും. പേര് വരും കുറച്ച് കഴിയുമ്പോഴാണ് റീഡിങ്. ബ്ലിങ്ക് ആവണത് മാറാൻ സാധ്യതയില്ല ചിലപ്പോൾ തോന്നണമെങ്കിൽ. അതൊരു 10,500 2000 രൂപ പെട്രോൾ അടിച്ചാലൊക്കെ ബ്ലിങ്കിങ് മാറും. നമുക്ക് നോക്കാൻ മാറും എന്നുള്ളത്. സാധാരണ നമ്മളൊരു മിനിമം ഈ പറഞ്ഞ എമൗണ്ടൊക്കെ അടിക്കുകയാണെങ്കിൽ ഒരു 2 റെഡും ഒരു വൈറ്റും കയറും എല്ലാ ഗ്രാഫും. റിസർവിലായിരിക്കും ഒരു 1100 രൂപ അടിക്കുകയാണെങ്കിൽ ഒരു 2 റെഡും ഒരു വൈറ്റും കയറും. അപ്പോൾ ഇവനക്ക് നമുക്ക് ഈ പമ്പിൽ തന്നെ ഇട്ടേ ഇവനൊന്ന് ഫീഡ് ചെയ്യണം കേട്ടോ. മറ്റേ പാലില്ലേ കുപ്പി, ബോട്ടിൽ ഫീഡിങ് ആണ്. പേയ്മെൻറ്റ് ചെയ്തോ കേട്ടോ. കൊടുത്തോ? എത്ര കയറിയതൊക്കെ അവിടുത്തെ റീഡിങ് കാണിച്ച പോലെ 1100 എത്ര കയറി? ആ കയറണുള്ളൂ. ആ റീഡിങ് ഒന്ന് എടുത്തോണ്ടിരുന്നോ. എടുത്ത വണ്ടി മാറ്റണം. അടിച്ചാൽ കേട്ടോ ഒരു 10 കൂട്ടാം. 10 ലിറ്റർ ഇപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കും. ഒരു 5 ലിറ്റർ പ്രതീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 1.5 ലിറ്ററെങ്കിലും ഓൺ കാണിച്ചു. ഇത് മാറ്റട്ടെ. പിന്നെ അപ്പോൾ നമ്മളൊരു സ്ഥലത്ത് എത്തി. അതായത് എൻ്റെ വൈഫിൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ വണ്ടി ഒതുക്കണേണ്. അവിടെ വീടിനകത്തേക്ക് വണ്ടി പോകും. പക്ഷേ ഇപ്പോൾ വെള്ളം ഭയങ്കര മഴയൊക്കെ ആയിട്ട് കുറച്ച് പ്രശ്നമാണ്. അതായത് വണ്ടി ഇപ്പോൾ ഇവിടെ ഒതുക്കണേണ്. നമ്മളിപ്പോൾ അവിടെ നിന്ന് ഒരു 28 കിലോമീറ്റർ 30 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇപ്പോൾ. ശരി. ഹായ് ഗൈസ്, അപ്പോൾ നമ്മളെ വന്നപ്പോൾ വിശാൽ മെഗാമാർട്ട് ഞാറക്കൽ വരെ എത്തിയിട്ടാണ്. അപ്പോൾ രാത്രിയായി. നമ്മുടെ വണ്ടി പുറത്ത് കിടപ്പുണ്ട്. അത്യാവശ്യം ആ ഒരു പെട്രോൾ അടിച്ചിട്ട് 2 റെഡും ഒരു വൈറ്റ് സ്ക്വയറും അതിൽ നിന്ന് മാറിയിട്ടില്ല. ഞാൻ അങ്ങോട്ട് പോയപ്പോൾ പറഞ്ഞില്ലേ. ഇനിയിപ്പോൾ വീടെത്തുമ്പോൾ ഒന്നും കൂടി നമുക്ക് റീഡിങ് നോക്കാം, മൈലേജ് കാര്യങ്ങൾ അന്നേരം പറയാം. പിന്നെ ഒരു കാറ് വാങ്ങിയിട്ടുണ്ട്, ഒരു RC കാറ്. അത് താഴെ എൻ്റെ വീഡിയോ കാണിച്ചു തരാം. ഒരു RC കാറിൻ്റെ
നമുക്ക് വാങ്ങില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രവർത്തിപ്പിച്ച് നോക്കാനുണ്ടെന്ന്. ബാക്കി ഡീറ്റെയിൽസൊക്കെ വീട്ടിൽ ചെന്ന് കാണിച്ചു തരാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ വിശാലിന് പുറത്ത് പാർക്കിങ് കിടപ്പുണ്ട്. ഒരു രക്ഷയില്ല, വരുമ്പോൾ പാർക്ക് ചെയ്യാനൊക്കെ വലിയ പാടായിരുന്നു. ഇപ്പോൾ ഒരു പ്രാവശ്യം നമ്പർ അവർ അനൗൺസ് ചെയ്ത് പിന്നെ മാറ്റി പാർക്ക് ചെയ്തത് എൻ്റെ കിടപ്പുണ്ട്. നമുക്കിനി ഇവിടുന്ന് കയറി പോകാം. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് ലൈക്ക് ചെയ്ത് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണേ. അപ്പം ബാക്കി കുറച്ച് വീഡിയോ കൂടി എടുത്തിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ പോവാണേ. റോഡൊക്കെ വിജനായി തുടങ്ങി. ജസ്റ്റ് അപ്പം ഇന്നത്തെ മൊത്തം കവർ ചെയ്യാൻ പറ്റിയില്ല, സാഹചര്യങ്ങൾ കൊണ്ടേ അങ്ങനെ കവർ ചെയ്യാനൊന്നും പറ്റിയില്ല. പറ്റിയത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ അപ്പോളോ മെഡിക്കൽ ഷോപ്പ് ഉണ്ട്, അവിടെ ഒന്ന് ജസ്റ്റ് കയറി പറ്റുകയാണെങ്കിൽ ടാബ്ലറ്റ് മേടിച്ചിട്ട് പോകണം. അതോടെ കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക്. ഫുട്ബോൾ ടീമിന്റെ ഒരു ഫ്ലക്സും കൂടി ഉണ്ട് കേട്ടോ. പിന്നെ അർജന്റീനന്റെ ഉണ്ട്, ബ്രസീലിന്റെ ഉണ്ട്, അങ്ങനെ കുറെ ഉണ്ട് കേട്ടോ. റൊണാൾഡോന്റെ കാണുള്ളത് ഫ്ലക്സ്. റോഡൊക്കെ ഫ്രീ ആയി തുടങ്ങി കേട്ടോ ഫ്രണ്ട്സ്. ഫ്രണ്ട്സ് നമ്മള് മെഡിക്കൽ ഷോപ്പിൽ വന്നതാണ് കേട്ടോ മരുന്ന് വാങ്ങിക്കാനായിട്ട്. റീഡിങ് എത്ര? 2 വൈറ്റും ഉണ്ടോ? അത്യാവശ്യം മൈലേജ് കിട്ടണമെന്ന് തോന്നണം. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാലോ. ഫോൺ നിന്റെ ഉള്ളിലേക്ക് നമ്മളപ്പോൾ പിറ്റേ ദിവസം ഉണ്ട് അപ്പോൾ ഈ വീഡിയോ എടുക്കാം. അപ്പം ഇത് നമ്മൾ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ സൈഡിൽ ഈ വണ്ടി ഇടാൻ ചെറിയൊരു സെറ്റപ്പ് ഉണ്ട്. ഇതാണ് നമ്മുടെ പാർക്കിംഗ് ഏരിയ. അപ്പുറത്തും വേറെ സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ 800 പിന്നെ വെള്ളം മഴ ഉള്ളും, ഒരു റൂഫിംഗ് ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ 1693 നമ്മൾ എടുത്തത് വണ്ടി. ഇന്നലെ റീഡിങ് എടുത്തത്. അപ്പോൾ ഇപ്പം എത്ര ആയിട്ടുണ്ടെന്ന് ഞാൻ നോക്കിയില്ല. ഇന്നലെ നൈറ്റ് ആയതുകൊണ്ട് വണ്ടി ഇവിടെ കൊണ്ടുവന്നിട്ട് വേഗം വീടിൻ്റെ അകത്ത് കയറി. വേറെ ഒന്നുമില്ല, അത്രയും ടയർഡായി. കുറേ ഓട്ടങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ വേറൊരു സ്ഥലത്തേക്ക് ആലുവ റേഞ്ച് അങ്ങോട്ട് പോകാനുണ്ടായിരുന്നു. പക്ഷേ അത് നമ്മൾ ആ ഓട്ടം കട്ട് ചെയ്തു. കാരണം നൈറ്റ് ആയതുകൊണ്ട് ഓടി എത്തൂല. അപ്പോൾ വണ്ടി എത്താണ്ടല്ല, നമ്മൾ ആകെ ടയർഡായി. കാരണം പിന്നെ അങ്ങോട്ട് പോയില്ല. അപ്പോൾ അത് കുറച്ചിട്ടുള്ള കിലോമീറ്റർ നമുക്കിനിപ്പോൾ നോക്കണം എത്ര ഉണ്ടെന്നുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം, റീഡിങ് നോക്കാം. സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞാൽ അതിനുണ്ടല്ലോ നല്ല അടിപൊളി റെസ്പോൺസ് ഉള്ള സ്റ്റിയറിംഗ് ആണ്. അതൊന്ന് ഓഫ് ചെയ്യാവും. മഴവെള്ളം അപ്പം ഇത് നമ്മുടെ വണ്ടിയുടെ അകത്ത് നമ്മളിപ്പോഴത്തെ റീഡിങ് എങ്ങനെയാണ്? 1600 കഴിഞ്ഞ് 1771. എത്ര റെഡ് എത്ര വൈറ്റ് ഉണ്ട്? 2 റെഡ് 1 വൈറ്റ് ഉണ്ടോ? അപ്പോൾ അത്യാവശ്യം മൈലേജ് നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട് കേട്ടോ. കമ്പനി നമ്മൾ വണ്ടി എടുത്ത സമയത്തേക്കാൾ കൂടുതൽ മൈലേജ് ഇപ്പോൾ ഉണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം മറ്റേത് ഇത്രയൊക്കെ ഓടി വരുമ്പോൾ തന്നെ ഈ 2 റെഡും വൈറ്റും ഒക്കെ അങ്ങ് പോകും. 1 റെഡ് ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങും.
അത്യാവശ്യം മൈലേജ് കിട്ടുന്നുണ്ട്. നമ്മൾ ഇപ്പൊ ആ ഒരു റെഡും ഫ്യൂല് ബ്ലിങ്ക് ചെയ്തോണ്ടിരുന്നപ്പോ നമ്മ അടിച്ചത്. ഒറ്റ റെഡ് ബ്ലിങ്ക് ചെയ്ത സമയത്ത് അത് ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് തന്നെ ഒരു 10-20 കിലോമീറ്റർ നമ്മൾ ഓടിയിട്ടുണ്ട് ഈ വണ്ടി. മിനിമം ഒരു 20 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. എന്നിട്ടാണ് പിന്നെ നമ്മൾ ഇവിടുന്ന് ഒരു അത്ര ഒരു 15 കിലോമീറ്റർ അപ്പുറം പോയിട്ട് ഫ്യൂൽ യൂസ്ഡ് 20.4 ലിറ്ററിന് കിട്ടും മീറ്ററിൽ. അതായത് 20 കിലോമീറ്റർ ഒരു 15 കിലോമീറ്റർ അപ്പുറം പോയിട്ടാണ് നമ്മൾ പിന്നെ റീഫ്യൂൽ ചെയ്തത്. അത് 1100 രൂപക്ക് 9 ചില്ലാണ്. അത് ഈ വീഡിയോ തന്നെ ആദ്യത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്തോളൂ. ഇപ്പോൾ ഓടിയേക്കണത് 1771. അപ്പോൾ വണ്ടി സ്റ്റാർട്ടിങ്ങിലായതുകൊണ്ട് ഇവിടെ കിടക്കുന്നുണ്ട്. ഞാൻ പറയണത് ഈ സ്റ്റിയറിംഗ് റെസ്പോൺസ് ഉണ്ട്. ഞങ്ങളുടെ സെന്നിൻ്റെ സ്റ്റിയറിംഗ് ഇലക്ട്രിക്കൽ സ്റ്റിയറിംഗ് ഉണ്ട് ഇതിൻ്റെ ഉണ്ടോ. അതായത് ഇതിങ്ങനെ നമുക്ക് ഒരു വിരലുകൊണ്ട് കണ്ട ഒറ്റ ഒരു വിരലുകൊണ്ട് കറക്കാം വണ്ടി കണ്ടോ. ഒറ്റ ഒരു വിരലിലാണ് ഈ വണ്ടി കറങ്ങുക കണ്ടോ. അത്രയും സുഖമാണ്. അല്ല അതായത് നമ്മളെ മറ്റേ സ്ട്രൈക്കിംഗ് കാറില്ലേ ഈ ഫാൻറ്റസി പാർക്ക് ഇതുപോലെ വണ്ടർലയിലൊക്കെ പോകുമ്പോൾ കാണുന്ന അതിൻ്റെയൊക്കെ സ്റ്റിയറിംഗ് പോലെ വേറെ ഭയങ്കര ഫ്രീ ആണ്. അതുപോലെ ഹൈഡ്രോളിക് അല്ല, അതുകൊണ്ട് തന്നെ നല്ല സുഖമാണ്. ഇതുപോലെ തന്നെയാണ് ഞങ്ങളുടെ സെന്നിൻ്റെ. വണ്ടി ഇറങ്ങിയിട്ടില്ല, അതിൻ്റെ വീഡിയോ ഒക്കെ ഇനി പിന്നാലെ വരും കേട്ടോ. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്യും. 1693 നമ്മൾ വണ്ടി എടുത്തത്. ഇപ്പോൾ 1771 9 ചില്ലാനും എത്രയാണെന്ന് ഇപ്പോൾ ഞാൻ ശരിക്കും ഓർക്കുള്ളത്. അതിൽ വീഡിയോ തന്നെ ഉണ്ട്. 10 ലിറ്റർ തയ്ച്ചില്ല, ഇത്ര ഓടി. ഇനി ഓടാനുള്ള പെട്രോൾ നമുക്ക് ഇനി ഓടാനുള്ള പെട്രോൾ നമുക്ക് ഉണ്ട്. കാരണം 2 റെഡ് ഒരു വൈറ്റ് സാധനം. ഞാനൊരു റെഡ് ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് എന്നെ അടിക്കുക. വണ്ടി എടുത്ത കാലത്ത് അങ്ങനെ അല്ലായിരുന്നു, പെട്ടെന്ന് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ട്. ഫസ്റ്റ് സർവീസ് ആയിട്ടില്ല, ആകെ ഇത്ര ഓടിയിട്ടുള്ളൂ. 10,000 നമുക്ക് സർവീസ് തന്നെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. കാരണം ഇനി വാഹന സംബന്ധമായിട്ടുള്ള എല്ലാ വീഡിയോകളും നമ്മുടെ ചാനലിൽ വരും. ത്രില്ലിംഗ് ആയിട്ടുള്ള മൊമെൻറ്റുകൾ നമ്മൾ വീഡിയോ എടുക്കാറുണ്ട്. ഓക്കെ ബൈ. ഓക്കെ.